ഹറാമി. ഇന്ത്യൻ പട്ടാളം പൊട്ടിച്ചു കഴിഞ്ഞു. പക്ഷേ അത് തേങ്ങ അല്ല, ബോംബാണ്. ശത്രുവിന്റെ തലകൾ ഉരുണ്ടു തുടങ്ങി. യുദ്ധം ദൂരെയിരുന്നു. ദൂരദർശനിലൂടെ കാണാൻ നല്ല രസമാണ്, ത്രില്ലാണ്. എന്നാൽ അനുഭവിക്കുന്നവർക്ക് അത് അങ്ങനെയല്ല കേട്ടോ. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ സ്ഥിതി കഷ്ടമാണ്. അവർക്ക് യുദ്ധം ഒരു ക്രിക്കറ്റ് മാച്ചല്ല, അതിദാരുണ ദുരന്തമാണ്. യുദ്ധത്തിന്റെ രുചി ആസ്വദിച്ചറിഞ്ഞവർക്ക് യുദ്ധം ഒരു പേടിസ്വപ്നമാണ്. ഓർമ്മയുണ്ടോ ഗൾഫ് വാർ? ഓർമ്മയില്ല അല്ലേ? സാരമില്ല, നമ്മുടെ മൈൻഡ് മെഷീനിൽ ഒന്ന് കയറുക. 1991 റിയാദ്, സൗദി അറേബ്യ എന്ന് പറയുക. കണ്ണടച്ച് തുറക്കുന്നതിനു മുൻപായി നമുക്ക് റിയാദിൽ എത്താം. അവിടെ ഞാൻ ഉണ്ട്. അവരുടെ അറബ് ന്യൂസ് എന്ന പത്രം എടുത്തു നോക്കുക. അമേരിക്ക, കുവൈറ്റ്, സദ്ദാം ഹുസൈൻ, ജോർജ് ബുഷ്. പത്രം നിറയെ യുദ്ധവാർത്തകളാണ്. ഇന്നടിക്കും നാളെ അടിക്കും, ഇതൊക്കെ തന്നെയാണ് അവിടെയും വാർത്തകൾ. ഞങ്ങൾ കുറെ പ്രവാസികൾ പെട്ടുപോയി. എയർപോർട്ടുകൾ എല്ലാം അടച്ചുകഴിഞ്ഞു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അറബികളെ പോലും ആ നാട്ടിൽ കാണാനില്ല. കാശുകാരായ അറബികളെല്ലാം നാട് വിട്ടുകഴിഞ്ഞു. സ്വന്തം നാടിനേക്കാൾ അവർക്കു മുഖ്യം സ്വന്തം ജീവനാണ്. ഇടതടവില്ലാതെ വാഹനങ്ങൾ ഓടിയിരുന്ന റോഡുകൾ എല്ലാം വിജനം. റോഡുകൾ ക്ലീൻ ആക്കുന്ന മുനിസിപ്പാലിറ്റി വാഹനങ്ങൾ മാത്രം ഓടുന്നു. അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം ശ്രീലങ്കക്കാരാണ്. മുടക്കമില്ലാതെ അവർ ജോലി ചെയ്യുന്നതിനാൽ നഗരം വൃത്തിയായി ഇരിക്കുന്നു. അമേരിക്കയുടെ അവാക്സ് വിമാനങ്ങൾ ആകാശത്തിലൂടെ ഇരമ്പിപ്പായുന്നു. വാർത്തകൾ അറിയാൻ അന്നത്തെ അറബ് ന്യൂസ് തുറന്നു. പത്രത്താളിനുള്ളിൽ വെച്ചിരുന്ന ഒരു നോട്ടീസ് താഴെ വീണു. കെമിക്കൽ ബോംബ് വീണാൽ രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ ആയിരുന്നു ആ നോട്ടീസിൽ അച്ചടിച്ചിരുന്നത്. If you are out without wearing a mask, you will die. കെമിക്കൽ ബോംബ് വീഴുന്ന സമയം നമ്മൾ മുറിക്കകത്താണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളാണ് നോട്ടീസിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞു ക്യാമ്പിൽ എത്തിയപ്പോൾ ഹസ്സനാരുടെ റേഡിയോയിൽ നിന്നു സദ്ദാം ഹുസൈന്റെ ശബ്ദം മുഴങ്ങി. വിഡ്ഢിയായ അമേരിക്കക്കാരാ, നിന്റെ യന്ത്രങ്ങളൊന്നും ഈ മരുഭൂമിയിൽ പ്രവർത്തിക്കാൻ പോകുന്നില്ല. അമേരിക്കൻ പട്ടാളക്കാരുടെ ശവം പെറുക്കിക്കൊണ്ടുപോവാൻ കുറേയേറെ ചാക്കുകൾ കരുതിക്കോ. ഹസ്സനാർ കൈയടിച്ചു. ഹസ്സനാർ കേവലം മലപ്പുറംകാരൻ മാത്രമല്ല, CPI എന്ന വിപ്ലവ പാർട്ടിയുടെ ധീരസഖാവ് കൂടിയാണ്. മാത്രമല്ല സദ്ദാം ഹുസൈന്റെ കൊടികുത്തിയ ആരാധകനുമാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാം. യുദ്ധം തീരുമ്പോൾ എത്ര പേർ ജീവനോടെ നാട്ടിലെത്തുമെന്ന് പറയാനാവില്ല. സദ്ദാം ലക്ഷ്യം വെച്ചിരിക്കുന്നത് സൗദിയിലുള്ള അമേരിക്കൻ മിലിറ്ററിയെയും ഇസ്രയേലിനെയുമാണ്. ഞങ്ങൾ താമസിക്കുന്നത് അമേരിക്കൻ മിലിറ്ററി എയർപോർട്ടിന്റെ തൊട്ടടുത്തായതിനാൽ അപായസാധ്യത കൂടുതലാണ്. സദ്ദാമിന്റെ സ്കഡ് മിസൈൽ സൗദിയുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടാൽ ഞങ്ങളുടെ വെള്ളം കുടിമുട്ടും. ആഹാരമില്ലാതെ കുറച്ചുകാലം ജീവിക്കാം, പക്ഷെ വെള്ളമില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു മുൻകരുതലായി ഞങ്ങൾ പരമാവധി വാട്ടർ ക്യാനുകൾ സംഭരിച്ചു. വാട്ടർ ക്യാനുകളിൽ വെള്ളം സംഭരിച്ച് ഒരു മുറി നിറയെ സൂക്ഷിച്ചു. ഒരു മാസത്തേക്കുള്ള വെള്ളമായി. അടുത്ത പ്രശ്നം വെളിച്ചമാണ്. സൗദിയുടെ വൈദ്യുത വിതരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ വെളിച്ചമില്ലാതെയാവും. മാർക്കറ്റിൽ പോയി നോക്കിയപ്പോൾ പഴയ മോഡൽ അരിക്കലാമ്പു വിളക്കുകൾ കണ്ടു. അരിക്കലാമ്പു വിളക്കുകളും മണ്ണെണ്ണയും കൂടാതെ മെഴുകുതിരികളും വാങ്ങി സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സർവസജ്ജരായി. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. മിലിറ്ററി എയർപോർട്ടിൽ നിന്നും ഓരോ 5 മിനിറ്റിലും ഓരോ ഫൈറ്റർ ജെറ്റുകൾ ബോംബുകളുമായി ഇറാഖിനെ ലക്ഷ്യമാക്കി പറന്നുയരാൻ തുടങ്ങി. ജെറ്റുകൾ പറന്നുയരുന്നതിന്റെ ഭീകരശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങാൻ ശീലിച്ചു. രാവിലെ 5 മണിയായപ്പോൾ അതിനേക്കാൾ വലിയ ഭീകരശബ്ദം കേട്ടുകൊണ്ടാണ് ഉണർന്നത്. നഗരത്തെ നടുക്കുന്ന സൈറൺ ശബ്ദം. സൈറൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സൈറണോ ആംബുലൻസ് സൈറണോ ഒന്നുമല്ല. ആ ശബ്ദം കേട്ടാൽ നമ്മുടെ രക്തം ഉറഞ്ഞു പോകും. അമ്മാതിരിയുള്ള മരണത്തിന്റെ ശബ്ദമാണ് ചെവിയിലേക്ക് അടിച്ചു കയറുന്നത്. സദ്ദാമിന്റെ സ്കഡ് മിസൈൽ തലയ്ക്കു മുകളിൽ എത്തിക്കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും അത് താഴെ ലക്ഷ്യത്തിൽ വീണേക്കാം, കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പിന്റെ സൈറനാണ്. ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു.
അമേരിക്കൻ മിലിറ്ററി എയർപോർട്ടിനെ ലക്ഷ്യമാക്കിയാണ് സദ്ദാം മിസൈൽ വിടുന്നത്. പക്ഷേ സദ്ദാമിന്റെ മിസൈൽ ലക്ഷ്യത്തിൽ കൃത്യമായി വീഴുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അതാണ് പേടി. മിസൈൽ ലക്ഷ്യം തെറ്റിയാൽ ഒരു പക്ഷേ ഞങ്ങളുടെ തലയിൽ വീഴാൻ സാധ്യത ഏറെയാണ്. TV ഓൺ ചെയ്തു. ടിവിയിലും സൈറൻ സൗണ്ട് ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് സൈറൻ നിന്നു. അനൗൺസ്മെന്റ് വന്നു. അപകടം ഒഴിഞ്ഞുപോയിരിക്കുന്നു. ഞങ്ങൾ ശ്വാസം വലിച്ചുവിട്ടു. ആകാശത്തിലൂടെ സ്കഡ് മിസൈൽ വരുന്നതിന്റെയും അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ സ്കഡിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെയും വിഷ്വൽസ് കണ്ട് ആശ്വസിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യസമയത്തു തന്നെ സദ്ദാം റിയാദിലേക്ക് മിസൈൽ വിട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അത് പഴക്കമായി. ഇപ്പോൾ ഞങ്ങൾക്ക് സൈറൻ കേൾക്കുമ്പോൾ വലിയ ഭയപ്പാടൊന്നുമില്ല. കാരണം അത് ഒരു കാരണവശാലും താഴെ വീഴില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിനു മുൻപായി പാട്രിയേറ്റ് മിസൈൽ അതിനെ അടിച്ചു നുറുക്കും. ഇറാഖിൽ നിന്നും സ്കഡിനു റിയാദിലെത്താൻ 3 മിനിറ്റു സമയമാണ് വേണ്ടത്. 2.5 മിനിറ്റ് മുൻപായി മുന്നറിയിപ്പു സൈറൻ മുഴങ്ങി. അപ്പോൾ തന്നെ എല്ലാവരും ബങ്കറുകളിലും മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലും കയറി ഇരിപ്പുറപ്പിക്കും. ഇത് ഇപ്പോൾ എല്ലാവർക്കും ഒരു ശീലമായി കഴിഞ്ഞു. സ്കഡിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ലൈവായി കാണാൻ എല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരിപ്പുറപ്പിക്കും. അപകടം ഒഴിവായി കഴിഞ്ഞാൽ ഉടൻ പുറത്തേക്കിറങ്ങും. അങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ ഒരപകടം സംഭവിച്ചു. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. സമയം രാത്രി 8 മണി. പതിവ് പോലെ സൈറൻ മുഴങ്ങി. ഭയപ്പെടാനില്ല, 2.5 മിനിറ്റ് സമയമുണ്ട്. ഞാൻ സാവകാശം ഞങ്ങൾ സുരക്ഷിതമെന്ന് കരുതിയ ഒരു മുറിയിലേക്ക് കയറാനായി നടന്നു. മുറിയുടെ സമീപമെത്തി. ഡോറിന്റെ ഹാൻഡിലിൽ പിടിച്ചുകൊണ്ട് വെറുതെ ആകാശത്തേക്ക് നോക്കി. ഞാൻ സ്തംഭിച്ചുപോയി. അതാ വരുന്നു സ്കഡ്. സൈറൻ മുഴങ്ങിയിട്ട് 1.5 മിനിറ്റ് സമയം മാത്രമേ ആയിട്ടുള്ളൂ. ടിവിയിൽ കണ്ടു പരിചയമുള്ളതുകൊണ്ട് മനസ്സിലായി അത് സ്കഡ് തന്നെ. ഒരു വിമാനം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ വരുന്നതുപോലെ അത് കൂപ്പുകുത്തി താഴേക്ക് വരികയാണ്. ഞാൻ നിൽക്കുന്ന പ്രദേശം ലക്ഷ്യമാക്കിയാണ് അത് വരുന്നത്. ഒരു സെക്കൻഡിന്റെ 1000-ലൊരംശം കൊണ്ട് ഞാൻ എന്റെ മരണം ദർശിച്ചു. സ്കഡ് വീണ് റിയാദിൽ മരിച്ച മലയാളികളുടെ ഇടയിൽ എന്റെ ചിത്രവും മലയാള മനോരമയുടെ അടുത്ത ദിവസത്തെ എഡിഷനിൽ ഞാൻ ദർശിച്ചു. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ മുകളിൽ സാഹസികരായ ഏതാനും ഫോട്ടോഗ്രാഫർമാർ സ്കഡിന്റെ പടമെടുക്കാനായി ക്യാമറയും പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. പെട്ടെന്നാണത് സംഭവിച്ചത്. വെടിക്കെട്ടിന്റെ വാണം ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നതുപോലെ തീ തുപ്പിക്കൊണ്ട് അമേരിക്കയുടെ വെടിക്കെട്ട് മിന്നൽ പിണരായി സ്കഡിനെ അടിച്ചു തകർത്തു. ആകാശത്ത് ഒരു തീഗോളം. ഭൂമി കുലുങ്ങുന്നു. ഒരു സെക്കൻഡിന്റെ കാഴ്ച. കെട്ടിടത്തിനു മുകളിൽ നിന്ന ഫോട്ടോഗ്രാഫർമാർ ജീവൻ രക്ഷിക്കാനായി ഓടുന്നു. ചിലർ വീഴുന്നു. ചിലർ താഴേക്ക് ചാടുന്നു. പെട്ടെന്ന് ആരോ അടിച്ചു തെറിപ്പിച്ചതുപോലെ ഞാൻ തെറിച്ചു മുറിക്കകത്തേക്ക് വീണുരുളുന്നു. ജനൽ ചില്ലുകൾ തകർന്നുടയും. എന്താണ് സംഭവിച്ചതെന്ന് ഒരു രൂപവുമില്ല. കണ്ണിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. ഒന്നും കാണാനില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞോ എന്ന സംശയം മാത്രം ബാക്കി. സെക്കൻഡുകൾ കഴിഞ്ഞു. ഞാൻ സാവകാശം കണ്ണു തുറന്നു. ഉറപ്പായി ഞാൻ മരിച്ചിട്ടില്ല. കൈയും കാലുമെല്ലാം യഥാസ്ഥാനത്തുണ്ടോ എന്ന് പരിശോധിച്ചു. ഒരു കുഴപ്പവുമില്ല, എല്ലാം യഥാസ്ഥാനത്തു തന്നെയുണ്ട്. ചുറ്റും നോക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം മിണ്ടാനാവാതെ അനങ്ങാനാവാതെ ഇരിക്കുന്നു. സാവകാശം ശ്വാസം വിട്ട് എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചത്? ആദ്യമാണ് ഇത്തരം ഒരനുഭവം. ഇത്തവണ സ്കഡ് വരുന്നതിന്റെ മുന്നറിയിപ്പ് അല്പം താമസിച്ചാണ് ലഭിച്ചത്. മാത്രമല്ല 60 കിലോമീറ്റർ റേഞ്ച് ഉള്ള പേട്രിയറ്റ് ഇത്തവണ സ്കഡിനെ തകർത്തത് സ്കഡ് നിലം തൊടാറായ സമയത്തു മാത്രമാണ്. ആ സമയം വായുവിലുണ്ടായ എയർ പ്രഷർ ആണ് എന്നെ അടിച്ചു തെറിപ്പിച്ചത്. ഭാഗ്യം കൊണ്ടു മാത്രം ഞങ്ങൾ അന്നു രക്ഷപ്പെട്ട കഥ ഇന്നു സാന്ദർഭികമായി പറയുകയാണ്. ഗൾഫ് വാറിന്റെ രസകരമായ കുറച്ചു കഥകൾ കൂടി പറയാം അടുത്ത ലക്കത്തിൽ. Thank you for watching. Stay tuned for the next episode. Goodbye.